അങ്ങനെ കേരള പോലീസിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഷമീർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മമ്മു ആണെങ്കിൽ അവന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് മമ്മുവിനെയാണ് പോലീസുകാർ തൂക്കിയത്. എന്നാലും MRC ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ള ആളുകളെ കൂടി പോലീസ് പിടികൂടട്ടെ. പിടികൂടി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാര് നമ്മുടെ സൊസൈറ്റിയിൽ സ്വതന്ത്രമായിട്ട് നടന്നു കഴിഞ്ഞാൽ നാളെ ഇതിനും വലിയ പല കാര്യങ്ങളും ഇവന്മാർ ചെയ്തു കൂട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പിടിച്ച് തട്ടിക്കൂട്ടി അകത്ത് ഇടണം. അകത്തിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. അവിടെ ഇപ്പൊ പോയി കടന്നു കഴിഞ്ഞാൽ 500 രൂപ കൂലിയുണ്ട്, 4 നേരം മൃഷ്ടാന ഭോജനമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് ഇവന്മാർക്ക് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. എന്തായാലും തൊപ്പി ആൻഡ് കുണ്ടാമ്പണ്ടി ഗ്യാങ്ങിന് എല്ലാവിധ ആശംസയും. 10 ലക്ഷം റുപ്യ നീ തന്ന് നീ പ്രൂഫ് കാണിച്ച ഇന്ന് രാത്രി ലൈവ് എൻഡ് ചെയ്തിട്ട് ഷമീർ നാളെ വർത്താനം പറഞ്ഞ് കൊണയടിച്ച് പോകാൻ വന്നതല്ല. നീ കാണിക്കും. നിങ്ങൾ ഇപ്പോഴേ ഡബ്ല്യൂ ഇടണ്ട. നിങ്ങൾ കാണേണ്ട ഒന്നും കണ്ടിട്ടില്ല. അനാൻഷ ഇഷ്യൂ നിങ്ങൾ കാണേണ്ട ഒന്നും കണ്ടിട്ടില്ല. അനാൻഷ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് അറിയാം. അനാൻഷ ബ്രദർ, ഇവൻ നിങ്ങളെ പറ്റി പറഞ്ഞതല്ല. നിങ്ങളെ പറ്റി പറഞ്ഞതാണെങ്കിൽ പോട്ടെ. നിങ്ങളെ പറ്റി പറഞ്ഞാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്താ ഈ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ MRC തൊപ്പി ആൻഡ് ഗ്യാങ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഗ്യാങ്ങിലെ എല്ലാവരും ഒളിവിലാണ്. തൊപ്പി എന്ന് പറയുന്ന നിഹാദ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഒരു ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിനെ ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടായിരിക്കുകയാണ്. MRC ഗ്യാങ്ങിലെ ഒരു മെമ്പറിനെ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ അറസ്റ്റിന് കാരണമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഹനാൻ ഷായുടെ ഫ്രണ്ടിന്റെ വൈഫ് നൽകിയ പരാതിയാണ്. നമുക്കറിയാം, ജാസി, മമ്മു, ഷമീർ എന്നിവർ ചേർന്ന് ഒരു ലൈവ് ചെയ്യുകയും അതിനകത്ത് യൂട്യൂബറായിട്ടുള്ള ഹനാൻ ഷായുടെ ഒരു വീഡിയോ എടുത്തു വെച്ച് അതിനകത്ത് ഒരു പെൺകുട്ടീനെ സ്പെസിഫിക് ആയിട്ട് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് തൊപ്പി അവർക്കെതിരെ നടത്തി എന്ന് പറയുന്ന ഒരു പരാമർശം ഈ പറയുന്ന MRC ഗ്യാങ്ങിലെ മറ്റ് മെമ്പേഴ്സ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതിന് തൊട്ട് പിന്നാലെ ആ ഒരു വീഡിയോ ഹനാൻ ഷാ സ്ട്രൈക്ക് അടിച്ച് നീക്കം ചെയ്തു. പക്ഷേ ഇന്ന് ഞാൻ ചെക്ക് ചെയ്യുമ്പോഴും പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ കിടപ്പുണ്ട്. സോ അങ്ങനെയാണ് ചില കാര്യങ്ങൾ. നമ്മൾ എത്രത്തോളം പ്രിപ്പറേഷൻസ് എടുത്ത് അതെല്ലാം റിമൂവ് ചെയ്താലും ഏതെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ലൈവ്, ആ ലൈവ് രേണുസുതി അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇന്ന് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ പ്രൊഫൈലിൽ ആ സാധനം കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ഡിജിറ്റൽ മീഡിയാസിന്റെ ഒരു പ്രശ്നം. ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് അതിന്റെ ഒരു കോപ്പി എങ്കിലും കാണും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് എങ്കിലും കാണും. സോ ഇവന്മാര് ഈ ഒരു പെൺകുട്ടിക്കെതിരെ അധിക്ഷേപമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയും തൊട്ട് പിന്നാലെ ഹനാൻ ഷാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പോയി കണ്ട് ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. അതുകൂടാതെ കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയും ഈ പറയുന്ന MRC ഗ്യാങ്ങിനെതിരെ പരാതി നൽകി. എന്നാൽ ഇത്തരം പരാതികളെല്ലാം കൂട്ടത്തോടെ വന്ന സ്ഥിതിക്ക് കേരളത്തിന്റെ ഒരു ബഹുമാനപ്പെട്ട DGP റവാഡ ചന്ദ്രശേഖർ തൊപ്പി ആൻഡ് ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയും തൊപ്പി ആൻഡ് ഗ്യാങ്ങിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ കൂട്ടത്തോടെ ഒളിവിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വാർത്തകൾ കണ്ടിരുന്നു ഈ ഗ്യാങ്ങിലുള്ള തൊപ്പിയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം. അതിനു മുൻപായിട്ട് തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇന്നലെ ഒരു നിർണായക നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ, അതായത് ഹനാൻ ഷായുടെ സുഹൃത്തിന്റെ വൈഫിനെ അപമാനിച്ച കേസിൽ MRC ഗ്യാങ്ങിലെ ഒരു മെമ്പറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം. യുവതിക്ക് എതിരായ അധിക്ഷേപ പരാമർശത്തിൽ യൂട്യൂബർ തൊപ്പി ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ലൈവ് സ്ട്രീമിംഗിൽ യുവതിക്ക് എതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് കേസ്. മുബഷീർ പിയാക്കറാണ് ചെയ്തത്. മുബഷീർ, തൊപ്പി ഏതായാലും ഒളിവിലാണ്, പക്ഷേ കൂട്ടാളികളെ ഓരോരുത്തരെയായി പിടികൂടിക്കൊണ്ടിരിക്കുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? അതേ വിനിത, കൂട്ടാളികളെ ഓരോന്നായിട്ട് പിടികൂടുന്നു പോലീസ്. നമുക്കറിയാം, തൊപ്പി എന്ന് അറിയപ്പെടുന്ന നിഹാദ് എന്ന് പറയുന്ന വ്യക്തി, യൂട്യൂബറായിട്ടുള്ള ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ഇയാളുടെ ഗ്യാങ്ങിൽ തന്നെ പെട്ട ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരുന്നു. മമ്മു എന്ന വിളിപ്പേരുള്ള ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തി ഉൾപ്പെടെ നേരത്തെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്നുണ്ട്, മറ്റു പലതരത്തിലുള്ള ഇടപാടുകൾ തൊപ്പി നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനിടയിൽ ഒരു യൂട്യൂബ് സ്ട്രീമിംഗ് ലൈവ് നടത്തുന്നതിനിടയിൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു അധിക്ഷേപ പരാമർശം കോഴിക്കോട് സ്വദേശിനിക്കെതിരെ നൽകിയിരുന്നു. ആ കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് ഈ തൊപ്പി ഗ്യാങ്ങിലെ മുഹമ്മദ് എന്ന മമ്മുവിനെ മഞ്ചേരി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ലൈവ് സോ മമ്മു ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെയുള്ള കുരുക്കിൽ ചെന്ന് വിടുന്നത്. മമ്മുവിന്റെ ഒരു പഴയ ഇന്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. സ്ത്രീകൾ കുളിക്കുന്നിടത്ത് ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ട്, അതേപോലെ തന്നെ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള മണിയറയിൽ ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മു ഒരു ഇന്റർവ്യൂ നൽകിയത് അന്ന് വളരെയധികം വിവാദമായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ എടുത്ത ആങ്കറും അവരുടെ വനിതയായിരുന്നു, അവര് പോലും എയറിൽ പോയി. അതിനുശേഷം MRC ഗ്യാങ്ങിൽ നിന്ന് മമ്മുവിനെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി ഒരു ഡ്രാമ ഇറക്കുകയും അത് അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ MRC ഗ്യാങ്ങിലേക്ക് ഈ പറയുന്ന മമ്മുവിനെ തിരിച്ചെടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഒരു വോട്ടിംഗ് ഒക്കെ നടത്തിയാണ് അന്ന് ഈ പറയുന്ന മമ്മുവിനെ തിരിച്ചെടുത്തത്. സോ മമ്മു എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുക, സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുക, ഇത്തരം ഞരമ്പ് രോഗങ്ങൾക്ക് ഈ പറയുന്ന മമ്മു അടിമയാണ്. സോ മമ്മുവിൻ്റെതായിട്ടുള്ള പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഉദാഹരണം പറഞ്ഞ തൊപ്പി തന്നെ പുറത്തുവിട്ട ഇവരുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അതിന്റെ പേരിലാണ് ഇപ്പൊ തൊപ്പിയുടെ ഈ ഒരു പർട്ടിക്കുലർ ചാനൽ തന്നെ പോലീസ് യൂട്യൂബിനെ കൊണ്ട് ടെർമിനേറ്റ് ചെയ്ത് കളയിച്ചത്. എന്നാലും ഇത്തരത്തിൽ ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു അനുഭവമായിട്ട് ഇത് മാറട്ടെ. കാരണം സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അധിക്ഷേപിക്കുന്ന ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്. ഇന്നലെ തന്നെ നമ്മൾ യൂട്യൂബിനകത്ത് പല ഇൻസിഡന്റുകളും കണ്ടതാണ്. അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഒന്ന് പൂട്ടി പോകുന്നത് നല്ലതായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, കുറച്ചൊക്കെ ഈ നാട്ടിൽ സമാധാനം പുലരും. പലപ്പോഴും കേട്ടാലറയ്ക്കുന്ന പരാമർശമാണ് പല യൂട്യൂബേഴ്സും സ്ത്രീകൾക്കെതിരെ നടത്തുന്നത്. ഇപ്പം മമ്മുവിന്റെയും ജാസിയുടെയൊക്കെ ആ ഒരു വീഡിയോ, അതായത് ഹനാൻ ഷാ സ്ട്രൈക്ക് നൽകി റിമൂവ് ചെയ്ത ആ ഒരു വീഡിയോ ഇപ്പോഴും പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും കിടപ്പുണ്ട്. അതിനകത്ത് തൊപ്പി ആ ഒരു സ്ത്രീയെ കുറിച്ച് നടത്തുന്ന പരാമർശം കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ചെവി പൊട്ടിപ്പോവും. നമുക്കൊന്നും ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനും വഴിയെ പോകുന്ന പെൺകുട്ടികളെയൊക്കെ നോക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള സംസാരവും മറ്റു കാര്യങ്ങളും ഒന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ആരും അവരെ നോക്കുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിനെ നോക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയോടുകൂടി കൂട്ടുകാരോട് സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഉമ്മാർക്കൊക്കെ എന്തൊക്കെയോ ലൈംഗിക മനോരോഗം ബാധിച്ച വ്യക്തികളാണ് ഉമ്മാരൊക്കെ. അത് തന്നെയാണ് ഉമ്മാരുടെ പ്രശ്നവും. പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിക്ക് ക്യാഷ് വന്ന് കൂടുന്നു. അന്നേരത്തേക്ക് എന്തു ആവാം, എന്ത് തോന്നിയവസം കാണിക്കാം. തങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ പ്രതിഷേധവുമായിട്ട് കുറേയധികം കുട്ടിപ്പട്ടാളങ്ങൾ വരും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവന്മാരൊക്കെ അങ്ങ് എന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്താഗതിയിലേക്ക് ഇവർ പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും അടുത്ത ആളുകളെ പിടികൂടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത അറസ്റ്റ് ഇതായിരുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത അറസ്റ്റ് നമ്മുടെ കേരള പോലീസിന്റെ മുഖത്തേക്ക് ഒരു ലോഡ് കരി ഡെയിലി അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ MRC ഷമീർ എന്ന് പറയുന്ന വ്യക്തിയുടെ അറസ്റ്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഷമീറിനെ പിടിക്കാനായിരുന്നു ഈസി. മറ്റൊന്നുമല്ല, അയാളുടെ ചാനലിൽ ഡെയിലി വീഡിയോസ് വരുന്നുണ്ട്. ആ വീഡിയോ എവിടുന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഷമീറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരള പോലീസിന് ഒരു പൊന്തൂവലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സുകുമാരക്കുറുപ്പിനെ പോലും അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ഈ പറയുന്ന കേരള പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത് പോലും ഡ്രഗ് ടെസ്റ്റിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് സീക്രട്ട് ഏജന്റ് സായിച്ചാണ് വന്ന് പൊളിച്ചടി കൈ കൊടുത്തത്. അങ്ങനെ കേരള പോലീസിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഷമീർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മമ്മു ആണെങ്കിൽ അവന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് മമ്മുവിനെയാണ് പോലീസുകാർ തൂക്കിയത്. എന്നാലും MRC ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ള ആളുകളെ കൂടി പോലീസ് പിടികൂടട്ടെ. പിടികൂടി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാര് നമ്മുടെ സൊസൈറ്റിയിൽ സ്വതന്ത്രമായിട്ട് നടന്നു കഴിഞ്ഞാൽ നാളെ ഇതിനും വലിയ പല കാര്യങ്ങളും ഇവന്മാർ ചെയ്തു കൂട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പിടിച്ച് തട്ടിക്കൂട്ടി അകത്ത് ഇടണം. അകത്തിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. അവിടെ ഇപ്പൊ പോയി കടന്നു കഴിഞ്ഞാൽ 500 രൂപ കൂലിയുണ്ട്, 4 നേരം മൃഷ്ടാന ഭോജനമുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് ഇവന്മാർക്ക് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. എന്നാലും തൊപ്പി ആൻഡ് കുണ്ടാമ്പണ്ടി ഗ്യാങ്ങിന് എല്ലാവിധ ആശംസയും. നീയൊക്കെ സെൻട്രൽ ജയിലിലേക്കുള്ള ഒരു വാഗ്ദാനം തന്നെയാണ്. ഓക്കെ ഗൈസ്, ബൈ.